മാറാത്തത് മാറുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് പറഞ്ഞിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസമാണ്. ഒരുപക്ഷെ അമിത ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് എന്ന് ചില ആളുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. കേരളം പ്രബുദ്ധ കേരളമാണ്, നിങ്ങൾ വിചാരിക്കുന്നതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഈ മിഷൻ കേരള എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് 1987 അഹമ്മദാബാദിൽ ഏറ്റവും ആദ്യം നഗരസഭയുടെ ഭരണം പിടിച്ചുകൊണ്ടാണ് ഗുജറാത്തിലെ തേരോട്ടം ആരംഭിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഗുജറാത്തിൽ നിരവധി തവണ തോറ്റിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഇനി ജയത്തിൻ്റെ തുടക്കമായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം ഈ നഗരസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം അവർക്ക് കിട്ടിയതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് നരേന്ദ്രമോദി ആഞ്ഞടിച്ചേക്കുന്നത് കോൺഗ്രസിനെതിരെയാണ്. കോൺഗ്രസിനെതിരെ പറഞ്ഞേക്കുന്നത് മുസ്ലിം ലീഗ് അതുപോലെ തന്നെ മാവോ കോൺഗ്രസ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ MMC എന്നുള്ള നിലക്കാണ് പറഞ്ഞേക്കുന്നത്. അത് അവരുടെ നാഷണൽ നരേറ്റീവാണ്. അതായത് മുസ്ലിം മത ന്യൂനപക്ഷങ്ങളുടെ കൂടെയുള്ള ഒരു പാർട്ടി, അല്ലെങ്കിൽ അത്തരം തീവ്രവാദികളുടെ കൂടെയുള്ള ഒരു പാർട്ടി എന്നൊക്കെ വരെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മുസ്ലിം ഇവിടെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് മുസ്ലിം ലീഗും കോൺഗ്രസും. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞേക്കുന്നത് മുസ്ലിം ലീഗിനേക്കാൾ തീവ്രതയുള്ള പാർട്ടിയായി, മത തീവ്രതയുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്തു നിന്നും, അതായത് LDFിൻ്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും അതിശക്തമായിട്ടുള്ള അറ്റാക്കാണ് ഇനി വരാനിരിക്കുന്നത് എന്നുള്ളത് ചുരുക്കം. ഇതുകൊണ്ട് വലിയ ഗുണമുണ്ടാകാൻ പോകുന്നത് യഥാർത്ഥത്തിൽ LDFിനായിരിക്കും. രണ്ടാമത്തത്, താങ്കൾ പറഞ്ഞ പോലെ ഇത് അമിത ആത്മവിശ്വാസമൊന്നുമല്ല, ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കേണ്ട കാര്യമുണ്ട്. കാരണം VS അച്യുതാനന്ദൻ പണ്ട് പറഞ്ഞ പോലെ 20-ൽ 20 കിട്ടും എന്നാണ് ഒരു നേതാവ് പറയേണ്ടത്. കിട്ടൂലെന്നൊക്കെ നരേന്ദ്രമോദിക്കും അറിയാം, അമിത്ഷാക്കും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും LDFിനൊക്കെ തീർച്ചയായിട്ടും മോദിയുടെ ഈ വാക്കുകൾ സന്തോഷപ്പെടുത്തുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയല്ലോ. അത് മാത്രമല്ല, നന്ദിയും അറിയിച്ചു പിണറായി വിജയൻ. അല്ല, കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് LDFിന് സന്തോഷം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ താങ്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ താങ്കളത് പറയുമ്പോൾ ഒരു ദുസ്സൂചനയുണ്ട്. ആ ദുസ്സൂചനയുടെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത് പ്രചരണത്തിൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഇവരെ സഹായിക്കുമെന്നുള്ളതാണ്. പക്ഷേ അതുകൂടാതെ നരേന്ദ്രമോദി ഇത് മാത്രമല്ല പറഞ്ഞേക്കുന്നത്. താങ്കൾ ആ പ്രസംഗം കൃത്യമായി കേട്ടിട്ടുണ്ടാവില്ല. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കാരണം ബംഗാളിലും ത്രിപുരയിലും CPMനൊക്കെ ഒരു സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ടാണ്, ആ ലെവലിലേക്ക് എത്തിച്ചേരും. ഞങ്ങൾ കേരളം BJPയുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങുന്ന ഒരു കാലം വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൽ ഏതാണ്ട് പകുതി അവർ വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കാര്യം സീറ്റുകൾ കിട്ടുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ കേരള രാഷ്ട്രീയത്തിലേക്ക് മതവും ജാതിയും അതുപോലെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ ചർച്ചയായി വരുന്ന ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ അവർ വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ എനിക്കിതിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഗൗതം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഇന്ന് തരംഗമായിരിക്കുന്ന ഒരു ക്യാമ്പയിനുണ്ട് CPMന്റെ. ആ തരംഗമായിരിക്കുന്ന ക്യാമ്പയിൻ എന്ന് പറയുന്നത് #, ആസ്ക്, ഈ പറഞ്ഞ പോലെ കേരള ആസ്ക് മോദി എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ കേരളം മോദിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒന്നാണ്. അതിൽ നിരവധി ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോ വളരെയധികം വൈറലായിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മോദിയോട് ഈ പറയുന്ന ചൂരൽമലയിലടക്കം ഉള്ള പുനരധിവാസത്തിൽ മോദി എന്താണ് സഹായം ചെയ്തത്, എന്താണ് കേരളത്തിന് കിട്ടേണ്ട പണം തരാത്തത് എന്നുള്ള നിലക്ക് മോദിയോട് ചോദിക്കേണ്ട നിരവധി ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ കൂടി വൈറലായിട്ടുണ്ട്. ഇതിലാകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു ക്യാമ്പയിനിലേക്ക് കോൺഗ്രസ് ഒന്നും കടന്നിട്ടില്ല എന്നുള്ളതാണ് എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം കോൺഗ്രസ് ഇപ്പം തന്നെ പുറകിലായിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇന്ന് നരേന്ദ്രമോദി വന്ന് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതാണ് വിചാരിച്ചത്. വലിയ പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരൊറ്റ കാര്യമാണ്, നരേന്ദ്രമോദി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്, സ്ക്രോളിംഗ് ആയിട്ട് പോയൊരു കാര്യമുണ്ട്, അത് സത്യവുമാണ്. പിണറായി വിജയൻ മോദിക്ക് നന്ദി അറിയിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിന് വലിയ നന്ദി അറിയിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കുന്നു എന്ന് അദ്ദേഹം വാക്കാൽ പറഞ്ഞിരിക്കുന്നു. ഏത് കാര്യത്തിനാണ് നന്ദി പറഞ്ഞത് ഞാൻ കേട്ടില്ല. അതുകൊണ്ട് പല പദ്ധതികളും, കേരളം ആഗ്രഹിക്കുന്ന പല പദ്ധതികളുമാണ് ഇപ്പോൾ കേരളം ആഗ്രഹിക്കുന്ന പദ്ധതികളാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ട്രെയിൻ സംവിധാനങ്ങൾ അതുപോലുള്ള മറ്റ് ചില പ്രൊജക്ടുകളൊക്കെ അനൗൺസ് ചെയ്തത്. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ നന്ദി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ വില കുറഞ്ഞ രാഷ്ട്രീയക്കാരും ചെറിയ സാധാരണ ആളുകളൊക്കെ പറയുന്ന പോലെയുള്ള വാചകങ്ങളാണ്. ഇപ്പം നിർമ്മലാ സീതാരാമനായിട്ട് പുട്ടും കടലയും കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇന്ത്യയുടെ ധനമന്ത്രിയാണ്, അണ്ണനും തമ്പിയുമാണ് എന്നുള്ള ട്രോളുകൾ ഇറങ്ങി തുടങ്ങി. അതാണ് ട്രോളുകൾക്ക് താങ്കൾക്ക് അറിയാലോ അതിന് എത്രമാത്രം സ്വീകാര്യത ഇപ്പം നാട്ടിലുണ്ട് എന്നുള്ളത്. അല്ല, ട്രോളുകളും ബാക്കിയുള്ളതും ഒക്കെ ചെറിയ തമ്പിയും അല്ല, അതൊക്കെ ഇപ്പം നേരത്തെ മുതൽ തന്നെ ഇപ്പം കോൺഗ്രസും അതുപോലെ തന്നെ അവരെ എതിർക്കുന്ന പാർട്ടികളും ഈവൻ ഈ പറയുന്ന പോലെ ബ്രോഡർ ലെഫ്റ്റ് ആണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകളും ഒക്കെ
ഇവർ രണ്ടുപേരും തമ്മിൽ ഒക്കെ ചങ്ങാതിമാരാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ആരാണ് ഉന്നയിക്കാത്തത്? നാളെ CPM ഇത് ഉന്നയിക്കുന്നുണ്ട്. ആര്? കോൺഗ്രസും BJP. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണെന്ന് മറ്റത്തൂർ മുതൽ മറ്റേ AICC അംഗമായിട്ടുള്ള അർജുൻ സിംഗ് മുതൽ ശശി തരൂരിന്റെ കാര്യം എടുത്തു വെച്ച് അവരും പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ട്രോളുകളെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാനല്ലല്ലോ യഥാർത്ഥത്തില് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഈ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നുണ്ടോ സംസ്ഥാനത്തെ? കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. കേന്ദ്രം ഈ സംസ്ഥാനത്തിന് മാത്രമല്ല, കേന്ദ്രം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് സംസാരിക്കണമെങ്കിൽ നമ്മൾ വേറെ വീഡിയോ എടുക്കണം. യഥാർത്ഥത്തിൽ പറഞ്ഞത് വലിയ ചോദ്യങ്ങളുമായിട്ട് CPM രംഗത്തെത്തിയിരിക്കുന്നുണ്ട്. അല്ല, അതാണ് പറയാൻ വന്നത്. താങ്കൾ പറയാൻ സമ്മതിക്കുമെങ്കിൽ ഞാൻ പറയാം. കോൺഗ്രസ് കാരണം ഫെഡറൽ സംവിധാനത്തെ തന്നെ തകർത്തുകൊണ്ട് ഒരു അധികാര കേന്ദ്രീകരണം നടത്താനായിട്ട് കൃത്യമായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ കർണാടക, അതില്ലെന്ന് കോൺഗ്രസിന് പറയാൻ പറ്റില്ലല്ലോ. കാരണം അതുകൊണ്ടാണല്ലോ കർണാടക ഗവൺമെന്റ് ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്തത്. അതുകൊണ്ടാണല്ലോ മമതാ ബാനർജി എന്ത് ചെയ്ത് അതിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ അതിന് പറയാൻ. ഇപ്പൊ ഒന്നെന്താ, ഇത് ഒരിക്കലും ഇല്ലാത്ത സ്ഥിതി പോലെ, കേരളത്തിൽ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലെ ഒരു ഗവർണർമാരെ നിയമിച്ചുകൊണ്ട് ആ ഗവർണർമാർ ഏതാണ്ട് ഒരു സമാന്തര അധികാര കേന്ദ്രമായി, അതായത് അവരെ പോലും ഒരു പൊളിറ്റിക്കൽ ടൂളായി എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു, ഒരു രാഷ്ട്രീയമായിട്ടുള്ള ടൂളായി ഉപയോഗിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഈ പറയുന്ന ഇപ്പൊ PM ശ്രീ പദ്ധതി പോലെയുള്ള പദ്ധതികൾ, ആ പദ്ധതിയൊക്കെ നടപ്പിലാക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ ആ പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം. അല്ല, PM ശ്രീ നടപ്പിലാക്കണം, അതിന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായി? അതൊക്കെ വേറെ കാര്യമാണ്. ഇപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽ നേരത്തെ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്, താങ്കൾ അത്ഭുതപ്പെട്ട ആവശ്യമൊന്നുമില്ല. PM ശ്രീയിൽ വഴി ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അത് ഇവിടെ നടപ്പിലാക്കേണ്ടതാണ്. ആ പദ്ധതിയുടെ ബ്രോഡർ സെൻസിൽ അത് വലിയ നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അത് നടപ്പാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് സർവശിക്ഷ അഭിയാനടക്കം ഫണ്ട് തരില്ല എന്നുള്ള നിലപാടുകൾ. അതുപോലെ എന്തിനേറെ പറയുന്നു, ഇതെല്ലാം പോട്ടെ, ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോഴേക്കും ഇവിടെ ഒന്ന് കൈവീച്ച് കാണിച്ചിട്ട് പോകാതെ പണം കൊടുക്കണ്ടേന്ന്, കാശ് കൊടുക്കണ്ടേ? അപ്പൊ ഉടനെ തന്നെ ചോദിക്കണം, ഇവിടെ കിട്ടിയ 723 കോടി, ഇവിടെ കിട്ടിയ 723 കോടി എന്ത് ചെയ്യണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചോളും. ഗവൺമെന്റ് ആരും വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ലല്ലോ. അത് PM ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് കിട്ടിയിട്ടില്ല, CMDRFിലേക്ക് കിട്ടിയ പണം എന്ത് ചെയ്തിട്ടില്ലല്ലോ, ആരും കൊണ്ടുപോയിട്ടില്ല. പക്ഷെ അതിന് കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ട് പണം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതല്ല കാര്യം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് നിരവധി നിലപാടുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈവൻ BJP-ക്കാർക്ക് പോലും അതിൽ തർക്കമില്ല. ഞാൻ നിരവധി ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, BJP-ക്കാർക്ക് പോലും തർക്കമില്ല. അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ ഒരു മുഖമുദ്രയാണ്. അങ്ങനെ ഒരു സംശയമില്ല. അത് ഏത് സെൻസിൽ വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഏത് സെൻസിൽ? ഇപ്പൊ ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളുടെ കാര്യം മുതൽ നേരെ തിരിച്ച് ഈ പറയുന്ന പോലെ ഈ റിലീഫ് ഫണ്ടുകൾ കൊടുക്കുന്ന കാര്യം മുതൽ, ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ എന്താ ചെയ്തത്? മറ്റേ ആന്ധ്രാപ്രദേശിന്, അതായത് ഈ ബീഹാറിനും എന്ത് ചെയ്തു? വലിയ പാക്കേജുകൾ പ്രഖ്യാപിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ, അവർ രണ്ടുപേരും ഘടകകക്ഷികളാണ്. തീർച്ചയായിട്ടും. അപ്പൊ ചരിത്രപരമായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ എന്താണ് അദ്ദേഹം പറയുന്നുണ്ട്, മോദി. യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് BJP ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവും? അല്ലെങ്കിൽ എന്ത് ഗുണമാണ് അവർക്ക് ഇതുകൊണ്ട്? ഈ മോദിയുടെ ഈ പ്രഖ്യാപനങ്ങളിലൊക്കെ കേരള ജനതയുടെ കണ്ണ് മഞ്ഞളിക്കുമോ? മോദിയുടെ പ്രഖ്യാപനങ്ങൾ കണ്ട് കേരളീയ ജനതയുടെ കണ്ണൊന്നും മഞ്ഞളിക്കാനില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യത്തിൽ അവർ വിജയിച്ചിരിക്കുകയാണ്. അത് ഇപ്പോഴല്ല, 2026 വലിയ നേട്ടമൊന്നും അവർക്ക് ഉണ്ടാക്കില്ല. നേട്ടമുണ്ടാക്കണമെങ്കിൽ തന്നെ ചെറിയ നേട്ടമായിരിക്കും. പക്ഷെ 2031 അവർക്കത് വലിയ നേട്ടമുണ്ടാക്കും. കാരണം അതിന് 10-20 കൊല്ലമായിട്ട് എടുത്ത പണികൾ കൊണ്ട് തന്നെ അവർ ആ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നേട്ടമാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ വിലക്കയറ്റമോ തൊഴിലില്ലായ്മയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൂടുതൽ പഠന സൗകര്യങ്ങളില്ലാത്തതോ മികച്ച ഹോസ്പിറ്റലുകളില്ലാത്തതോ ഇതൊന്നും ചർച്ചയാകാതിരിക്കുകയും മതവും ജാതിയും വർഗീയതയും ഒക്കെ തന്നെ ചർച്ചയാവുകയും കൂടുതൽ വിഭാഗീയതയും വിഭജനവും മനസ്സുകളിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ഈ പറയുന്ന പോലെ തള്ളൽ കൂടിയാണ് മോദിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന പോലെ കോൺഗ്രസ് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളുള്ള പാർട്ടികളായി തീർന്നിരിക്കുന്നു. മുസ്ലിം ലീഗ് തന്നെ വർഗീയവാദികളല്ല ഒന്ന്. അപ്പൊ മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളായി ആര് മാറിയിരിക്കുന്നു? കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രസ്താവനയിലൂടെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വിഭജനത്തിന്റെ രാഷ്ട്രീയം എന്ത് ചെയ്യുന്നു? പയറ്റുന്നു. അതിൽ തീർച്ചയായിട്ടും നേട്ടം BJPക്ക് ലോങ് ടൈമിലേക്ക് ഉണ്ടാവും. പക്ഷേ താൽക്കാലികമായി തന്നെ ജമാഅത്തുമായിട്ടുള്ള കോൺഗ്രസിന്റെ VD സതീശന്റെ ഒക്കെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. അല്ല, എനിക്കതിൽ ഇപ്പോഴും വിമർശനം ഉണ്ട്. ഞാൻ ഈ വിമർശനം ഇല്ലെന്ന് പറഞ്ഞു. ഞാനിപ്പോ മോദി പറഞ്ഞതിനെ താങ്കൾ അനുകൂലിക്കുകയാണോ? കേട്ടില്ല. മോദി പറഞ്ഞതിനെ അനുകൂലിക്കുകയാണോ? അതായത് കോൺഗ്രസ് വർഗീയത കളിക്കുന്നു എന്നുള്ളത്?
അല്ല, കോൺഗ്രസ് മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളാകുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അപ്പൊ ഈ ജമാഅത്തി ലീഗിനെക്കാട്ടിലും വർഗീയത അല്ല, മുസ്ലിം ലീഗ് തന്നെ ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറയുന്ന അഭിപ്രായം എനിക്കില്ല. തീർച്ചയായിട്ടും. അപ്പൊ ഈ ജമാഅത്ത് കൂടിച്ചേരല്ലോ, ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു ബന്ധം കോൺഗ്രസ് ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ ഉള്ളിൽ വേറെ ആരോടെങ്കിലും വിരോധമുള്ളതുകൊണ്ടോ വർഗീയത ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ഒരു തന്ത്രം എന്നുള്ളതിലൊക്കെ അത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ടാക്കിയത് പോലും ഒരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ ആണെന്നാണ് ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞത്, താങ്കളോടുള്ള ചർച്ചയിൽ പറഞ്ഞത്. അതിപ്പോഴും ഞാൻ പറയുന്നു, അതൊരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ ആണ്. ഈ പറയുന്ന കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഒരു SDPIയുടെ പിന്തുണ മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അത് വേണ്ടെന്ന് പറയേണ്ടതായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, റിപ്പോർട്ടർ ചാനലിന്റെ ബസ്സിലേക്ക് കയറുന്നു. ആ ബസ്സിലേക്ക് കയറുമ്പോൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു, ഞങ്ങൾക്ക് ഒരു വർഗീയവാദികളുടെ വോട്ട് വേണ്ട. ഉടനെ വീണ്ടും ആദ്യം അരുൺ ചോദിക്കുന്നു, പിന്നെ സ്മൃതി ചോദിക്കുന്നു, പിന്നെ സുജയ് ചോദിക്കുന്നു. ഈ 3 പേരുടെ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമാണ് പുള്ളി പറയുന്നത്, SDPIക്കാരുടെ വോട്ട് വേണ്ടെന്ന് പറയുന്നില്ല, പകരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു വർഗീയവാദികളുടെയും വോട്ട് വേണ്ടാന്നാണ്. അത് സ്ട്രാറ്റജിക് എററാണ്. കാരണം SDPIയുടെ പിന്തുണ ഇല്ലെങ്കിലും അവിടെ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജയിക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും ഒരു പൊളിറ്റിക്കൽ ഹിന്ദുവിന്റെയും ഒക്കെ ഐഡിയോളജികൾക്ക് വലിയ പ്രാമുഖ്യം നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്നുണ്ട്. അത് ഈ പറയുന്ന സംഘടനയിൽ മെമ്പർഷിപ്പ് ഉള്ളവരല്ലാത്തവർ പോലും ഇതിനാലൊക്കെ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. AK ബാലനൊക്കെ പറഞ്ഞത് ശരിയാണല്ലേ? AK ബാലൻ പറഞ്ഞത് ശരിയാണ്, ഒരു സംശയമില്ല. AK ബാലൻ പറഞ്ഞത് കറക്റ്റാണ്. AK ബാലൻ പറഞ്ഞ എന്താന്നുള്ളത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, കാരണം അല്ലെങ്കിൽ ആളുകൾ അപ്പം AK ബാലൻ പറഞ്ഞതിന്റെ ചെറിയൊരു അംശമാണ് ഇപ്പൊ മോദിയും പറഞ്ഞിരിക്കുന്നത്. അല്ല, AK ബാലൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിശകലനമാണ്. അതെന്താ വെച്ചാൽ AK ബാലൻ ഒരിക്കലും കോൺഗ്രസ് വർഗീയവാദികളാണെന്നല്ല പറഞ്ഞത്. കോൺഗ്രസ് എന്ത് ചെയ്യരുത്, ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ നാളെ UDF വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രാമുഖ്യം കിട്ടിയേക്കും, അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയേക്കും എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ വിമർശനമാണ്. പക്ഷേ ഇത് മോദിയുടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു രാഷ്ട്രീയ വിമർശനമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ പോലും പച്ചക്കൊടികൾ കണ്ടപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മറ്റേ മുസ്ലിം ലീഗിന്റെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആണ് എന്ന് പറഞ്ഞ് ഇവര് വടക്കേ ഇന്ത്യയിൽ മുഴുവൻ പ്രചരണം നടത്തിയതാണ്. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിലുള്ള മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പഴയ ജിന്നയുടെ മുസ്ലിം ലീഗ് അല്ല എന്നുള്ളതൊന്നും പാവം പിടിച്ച് ഉത്തരേന്ത്യക്കാർക്ക് അറിയില്ല. അവർ നോക്കുമ്പോൾ എന്താ, അവർക്ക് അവിടെ ലീഗ് എന്ന് പറഞ്ഞാൽ അറിയാവുന്നത് പഴയ മറ്റേ ജിന്നയുടെ ലീഗാണ്, മനസ്സിലായി, ഇന്ത്യ വിഭജനത്തിന് കൂട്ടുന്ന ലീഗാണ്. അപ്പൊ അതുകൊണ്ട് ആ ലീഗാണ് എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പം താങ്കൾ പറയുന്നത് ഉത്തരേന്ത്യയിലേക്ക് റീലുകൾ വൈറലാവാൻ വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു പ്രസംഗമായിരുന്നു. അല്ല, ഇവിടുത്തെ പ്രസംഗം അതിനുവേണ്ടി മാത്രമല്ല, അതല്ലെങ്കിൽ തന്നെ ആയിക്കോളും. കാരണം ഇതേ പ്രസംഗം പുള്ളി കഴിഞ്ഞ തവണ 2-3 തവണ നടത്തിയിട്ടുണ്ട്. ഈ മാവോ അതുപോലെ തന്നെ മറ്റേ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾ സംഘടനകളും മാവോയിസ്റ്റുകളും ഒക്കെ കൂടിച്ചേർന്നതാണ് ആര്, ഈ പറയുന്ന കോൺഗ്രസ് നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് കേരളത്തില് വളരെ വലിയ സാധ്യതയുണ്ട് എന്ന് പലരും നിരീക്ഷിച്ചിട്ടുണ്ടായി. പക്ഷെ അതിന് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ എടുത്തിട്ട് ജയിലിൽ ഇടണം, അല്ലെങ്കിൽ പല വിഷയങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു വിഷയത്തിലെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ BJPയുടെ ഒരു സാധ്യത കൂടുമായിരുന്നല്ലോ എന്നുള്ള. അതായത് പല സംസ്ഥാനങ്ങളിലും പല മുഖ്യമന്ത്രിമാർക്കെതിരെയും ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒന്നും ചെയ്യാനായിട്ട് കേന്ദ്രത്തിനോ BJPക്കോ തോന്നുന്നില്ല. അല്ല, ഞാനത് അങ്ങനെ വിചാരിക്കുന്നില്ല കേട്ടോ. അതിപ്പോ ഗൗതത്തിന്റെ ഒരു ആഗ്രഹം ഗൗതം പറഞ്ഞു, പക്ഷെ ആഗ്രഹമല്ല, മിഷൻ കേരളയിൽ അതും കൂടി പെടേണ്ടതല്ല. മിഷൻ കേരളയിൽ പിണറായിനെ പോലെ ഒരാളെ ഒന്നും എടുത്ത് ജയിലിൽ നടക്കുന്ന കാര്യമില്ല. കാരണം ഏത് കേസിൽ പുള്ളിനെ കുറ്റക്കാരനായി കണ്ടെത്തി ജയിലിലിടും, എനിക്ക് മനസ്സിലായില്ല ഏത് കേസിലാണ്. അല്ല, അറ്റ്ലീസ്റ്റ് ചോദ്യം ചെയ്യാനെങ്കിലും വിളിപ്പിക്കാലോ. ഇപ്പൊ മോദി പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇവിടെ ഒരു സമയത്ത് വന്നിട്ട് പ്രസംഗിച്ചതാണല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു. പ്രസംഗിക്കാൻ കുഴപ്പമില്ല, അതിപ്പോ നാളെ ഇത് നമ്മൾ ഏതെങ്കിലും പൊതുസമൂഹത്തിന്റെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഇന്ന് പൊതുസമൂഹം ഒന്നടങ്കം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോദിക്കും പിണറായി വിജയനും ഇടയിൽ വലിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതിനോട് എന്താണെന്നുള്ളതാണ് മിഷൻ കേരള എന്ന് പറയുന്ന ഒരു ദൗത്യമാണ്. ചോദിച്ച 2 ചോദ്യങ്ങൾ തമ്മിൽ ഭയങ്കര അന്തരമുണ്ട്. നമ്മൾ പറയുന്ന പോയിന്റ് കൃത്യമായിരിക്കണം. താങ്കൾ ആദ്യം ചോദിച്ചത് എന്തുകൊണ്ടാണ് BJP എന്ത് ചെയ്യാത്തത്, ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു കേസിൽ പിണറായി വിജയനെ എടുത്ത് ജയിലിലിടാത്തത് എന്നാണ് താങ്കൾ ആദ്യം ചോദിച്ചത്. അത് കഴിഞ്ഞ് താങ്കൾ ഇപ്പൊ പറയുന്നത് പൊതുസമൂഹത്തിനടക്കം അങ്ങനെ ഒരു ധാരണ ഉണ്ടെന്നാണ്. ഇതിൽ ഏതിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. രണ്ടിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യം
പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ്. ആ പൊതുസമൂഹത്തിന്റെ ചോദ്യം എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന അഭിപ്രായങ്ങൾ, കമന്റുകൾ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുസമൂഹത്തിന്റെ പല വിഷയങ്ങളും ആളുകൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് തെറ്റല്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ കേന്ദ്രത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല, ലാവ്ലിൻ വിഷയത്തിലടക്കം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ മിഷൻ കേരളയിൽ അതും കൂടി ഉൾപ്പെടണോ എന്നിപ്പോ പൊതുസമൂഹം ചോദിക്കുന്നു. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് നമുക്ക് കേസുകൾ എടുത്ത് ചർച്ച ചെയ്യാം. എസ്എൻസി ലാവ്ലിൻ കേസ് എന്താണ് അതിന്റെ പ്രസന്റ് സിറ്റുവേഷൻ? എന്താ പ്രസന്റ് സിറ്റുവേഷൻ? ഞാനടക്കം കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സിറ്റുവേഷൻ എന്താ? സിറ്റുവേഷൻ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ പിണറായി വിജയനെ വെറുതെ വിട്ട കോടതി വിധിയാണ്. അതിന്റെ പുറത്തുള്ള അപ്പീലിന്മേലാണ് ഇപ്പൊ തീരുമാനം എടുക്കാത്തത്. മനസ്സിലായോ? അല്ലാതെ വേറൊരു കാരണവും ഒരു കേസും അവിടെ നിലവിലില്ല. ഒന്ന്. പിന്നെ രണ്ടാമത്തത് മറ്റേ ഈ ഖുറാൻ കൊണ്ടുവന്നപ്പോ അതിനകത്ത് സ്വർണം കടത്തി, മറ്റേ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞ് നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിലൊന്നിലും തന്നെ പിണറായി വിജയനെ എന്ത് ചെയ്യാൻ പറ്റില്ല സുഹൃത്ത്, കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ വെറുതെ സംഘപരിവാറിന്റെ കുറച്ച് ആളുകൾ ആഗ്രഹിച്ചുകൊണ്ട് രാവിലെ വന്ന് പിണറായി വിജയന്റെ അടുത്ത് അകത്തേക്കൊന്നും ഇടാൻ പറ്റില്ല. ഒന്ന്. ഇനി മൂന്നാമത്തെ കാര്യം എന്താ? കാരണം ഇവിടെ പിണറായി വിജയനെ അകത്തിടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സംഘപരിവാർ ഏതാ? അല്ലാതെ ആരാണ് വെറുതെ ഒരാളെ പിടിച്ചകത്തിടണമെന്ന് വിചാരിക്കും? വെറുതെ ആരാണ്? പിന്നെ ഈ പറയുന്ന പോലെ നേരത്തെ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ദേഷ്യം കൊണ്ട് പറയുന്നുണ്ട്. അല്ലാതെ വേറെ ആരാ പറയുന്നത്? നമ്മൾ ഏത് കേസിൽ പിടിച്ചകത്തിടും? നിങ്ങൾ ഒരു കേസ് പറ, സ്പെസിഫിക് ഇന്ന കേസിൽ അതായത് കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പിടിച്ചകത്തിടും. പറയുന്നത് പിണറായി വിജയനെ ഇതിലേക്ക് അകത്തിടാനുള്ള യാതൊരു പറ്റില്ല. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ലാവ്ലിൻ വിഷയൊക്കെ ഇത്രയും തവണ കോടതിയിൽ മാറ്റിവെച്ചെന്നതിലൊന്നും താങ്കൾക്ക് യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും തോന്നുന്നില്ല? കേട്ടില്ല. ലാവ്ലിൻ വിഷയം ഉണ്ടല്ലോ, എടുക്കാതെ പല തവണ ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ നമ്പർ എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിലൊന്നും താങ്കൾക്ക് യാതൊരു ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നതിൽ അല്ലെങ്കിൽ ചിലപ്പോൾ CBIയുടെ വക്കീൽ ഹാജരാകാത്തതിലൊക്കെ ചില അസ്വാഭാവികതകൾ ഉണ്ടാവും. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അത്തരം കാര്യങ്ങളൊക്കെ നിയമപരമായി സംഭവിക്കാറുണ്ട് എന്നുള്ളത് കൂടി പിന്നീട് എനിക്ക് വന്ന അറിവാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കേസിൽ നിങ്ങൾ അറിയേണ്ടത്, ഒരു കേസിൽ ഹൈക്കോടതി എന്ത് ചെയ്തിരിക്കുന്നു, കുറ്റമുക്തനാക്കിയ ഒരാളെ നാളെ സുപ്രീം കോടതിയിൽ കേസിരിക്കുമ്പോൾ ഓക്കെ വാ എന്ന് പറഞ്ഞ് പിടിച്ച് ജയിലിൽ കൊണ്ടിടാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണോ? ഇത് വെള്ളരിക്കപ്പെട്ടതാണ് ഗൗതം പറഞ്ഞ കാര്യം നടക്കില്ല എന്നാ പറഞ്ഞ. ബാക്കി വിമർശനങ്ങൾക്ക് വേറെ കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി വെറുതെയും ചില മുഖ്യമന്ത്രിമാരൊക്കെ ജയിലിൽ പോയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ജയിലിൽ പോകാൻ മന്ത്രിമാരൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചിട്ടു. അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചിട്ടത് ഒരു പോളിസി ഡിസിഷനാണ്. കേസിനെ കുറിച്ചൊക്കെ ഗൗതത്തെ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. താങ്കൾ ചിലപ്പോൾ ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ അറിയാം പറഞ്ഞു. കാരണം ഇതൊരു ലിക്കർ പോളിസി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പോളിസിയാണ്. ആ പോളിസി ഉണ്ടാക്കി എന്നുള്ളതിന്റെ പേരിൽ ആ പോളിസിയിൽ തന്നെ ഈ പറയുന്ന പോലെ കളവ് നടത്താൻ, അഴിമതി നടത്താനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു എന്ന് വന്നിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടത്. അതുപോലെയൊന്നും പിണറായി വിജയനെ പിടിച്ചകത്തിട്ട് കിടക്കില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ വെറുതെ പിടിച്ചകത്തിട്ടാൽ കേരളത്തിൽ എന്ത് ചെയ്യും? അടുത്തവണ പിണറായി വിജയൻ ജനാധിപത്യത്തിലൂടെ എന്ത് ചെയ്യും? 130 സീറ്റ് മേടിച്ച് അധികാരത്തിൽ വരും. മനസ്സിലായോ? അത് കേരളത്തിൽ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? മറ്റേ ഒരുപാട് ജയപ്രകാശ് നാരായണനടക്കം നിരവധി ആളുകളെ പിടിച്ച് എന്ത് ചെയ്തല്ലോ, വെറുതെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലിട്ടു. അതിന് എന്ത് സംഭവിച്ചു? തീർച്ചയായിട്ടും താങ്കളുടെ നിലപാട് വ്യക്തമാണ്. പിണറായി വിജയനെ ജയിലിലിടാനുള്ള യാതൊരു സ്കോപ്പും ഇല്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് നടക്കുന്ന കാര്യമല്ല. അത് ഓക്കെ, പിണറായി വിജയനെ ജയിലിലിടാമെന്ന് ഗൗതം കൃഷ്ണ പറഞ്ഞുകൊണ്ട് ജയിലിടാൻ പറ്റില്ല. പബ്ലിക് പെർസെപ്ഷൻ ഉണ്ടായതുകൊണ്ട് ജയിലിടാൻ പറ്റില്ല. പെർസെപ്ഷൻ ഉണ്ടായെങ്കിലും ജയിലിടാൻ പറ്റില്ല. പബ്ലിക് പെർസെപ്ഷൻ ഉണ്ടായി ഇങ്ങനെ ജയിലിടുന്നത് തീർച്ചയായിട്ടും വെറുതെ ഒരാള് ഓക്കെ. അങ്ങനെയാണെങ്കിൽ പബ്ലിക് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം ആളുകൾ തീരുമാനിച്ചപ്പോൾ ഞാൻ പറയുന്നത് അത് പബ്ലിക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ഈ പൊതുസമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. പിണറായി വിജയനെ ജയിലിലിടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതാണ് ഞാനിതിലും വലിയ വഴകത്തരമൊക്കെ കേട്ടില്ല. അതായത് ഇപ്പൊ ഒരാള് വീഡിയോ ചെയ്തിട്ട്, ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, പിണറായി ഇങ്ങനെ കൈ കൊടുക്കുമ്പോ ശരിക്കും മോദിയുടെ കൈക്കുള്ളിലേക്ക് പിണറായിയുടെ കൈ ഇങ്ങനെ വെച്ചു കൊടുക്കരുതൊക്കെ പറയണം. ഒരാള് കൈ കൊടുക്കുമ്പോ എന്ത് ചെയ്യണ്ടാവും? ചിലപ്പോ ഇന്നിപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇന്നിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്യൂട്ടി മേയർ ഉണ്ട് തിരുവനന്തപുരത്തിന്. ഡെപ്യൂട്ടി മേയർ യഥാർത്ഥത്തിൽ ആശാനാഥ് നാട്ടിയാണ് മഹതിയുടെ പേര്. അപ്പൊ അവര് യഥാർത്ഥത്തിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ കാല് തൊട്ട് വന്നിച്ചു. നരേന്ദ്രമോദി ഒപ്പം തന്നെ ഉടനെ തന്നെ അവരുടെയും കാലോട്ട് വന്നിച്ചു. മനസ്സിലായി? അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉടനെ തന്നെ ഇനി നാളെ പോലെ എന്താണ്, നരേന്ദ്രമോദി ആശാനാഥിനേക്കാൾ ചെറുതാണെന്നൊന്നും വിചാരിക്കേണ്ടതില്ല.
കൈ കൊടുക്കുന്നതിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു വസ്തുതകൾ പറയൂ, വസ്തുതകൾ പറഞ്ഞ് സംസാരിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എക്സോ വൈക്കോ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും ഇനി അത് കേരളത്തിൽ ഇനി ഏറ്റവും വലിയ തമാശ ഗൗതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ, അത് എല്ലാ ജേർണലിസ്റ്റുകളുടെയും ധാരണയാണ്. എന്താണെന്നറിയാമോ, പൊതുസമൂഹം ഇങ്ങനെയാണെന്ന് അവരങ്ങ് പറഞ്ഞോളെ. നിങ്ങൾ ആരാ പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയാണ്? ഈ കേരളത്തില് 95 ലക്ഷത്തോളം വോട്ട് നൽകി പൊതുസമൂഹം താങ്കൾ പറയുന്നു പിണറായിയെ സ്നേഹിക്കുന്നു. അല്ല, 28% വോട്ട് ഇപ്പോഴും പിണറായിക്കുണ്ട്. എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാനിപ്പോ തെരഞ്ഞെടുപ്പിൽ 10,000 പേര് വോട്ട് ചെയ്യില്ല, 5,000 പേര് വോട്ട് ചെയ്യില്ല. താങ്കൾ 5,000 പേര് വോട്ട് ചെയ്യില്ല. മുഖ്യമന്ത്രി ആകണമെന്ന് അതിൽ കൂടുതൽ സതീശനെ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. അതൊക്കെ പറയണം. സതീശനെ ആഗ്രഹിക്കുന്നവരുണ്ട് താങ്കൾക്ക് മനസ്സിലായി. NDTVയുടെ സർവേ ആണ് സർവേ നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് സതീശൻ അല്ല, താങ്കൾ അത് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വെറുതെ പോകാൻ പറ്റില്ല. NDTVയുടെ സർവേയിൽ NDTV ചെയ്തേക്കണ പണി വോട്ട് വൈബ് എന്ന് പറയുന്ന സ്ഥാപനമാണ് അത് ചെയ്തേക്കുന്നത്. അത് തെറ്റാണത്. ആ തെറ്റാണെന്ന് പറഞ്ഞാൽ അത് 1430ഓളം പേരുടെ ആകെയാണ് സാമ്പിൾ സ്പേസ് കേരളത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അത് തന്നെ CATI എന്ന് പറയുന്ന സംവിധാനത്തോടു കൂടിയാണ്. കാരണം ഗൗതം അറിയേണ്ടതേ ഇതുപോലെ നിരവധി സർവേകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലായി, സർവേകൾ നടത്തി കൃത്യമായ ആളുകൾ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ തവണ 5.5 ലക്ഷം പേരുടെ ഞാൻ സർവേ നടത്തിയതാണ്. എന്റെ ഫൈൻഡിങ്സിൽ ഒരെണ്ണം പോലും തെറ്റില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് വോട്ട് വൈബിന്റെ സർവേ എന്താണെന്നൊന്നും എന്നെ പഠിപ്പിക്കില്ല. നിലമ്പൂരിലെ വിഷയത്തില് പറഞ്ഞു നിലമ്പൂരിലെ വിഷയത്തിൽ എന്താ എനിക്ക് തെറ്റിയതാണോ? ആളുകൾ ഇപ്പോഴും നിലമ്പൂരിലെ വിഷയത്തിൽ പറഞ്ഞുതരാ നിലമ്പൂരിലെ വിഷയത്തിൽ എന്റെ വീഡിയോ എടുക്കുന്നുണ്ട്, ഇവിടത്തെ വീഡിയോ എടുക്കുന്നുണ്ട്. PV അൻവർ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ 32,000 വോട്ടിന് ആര് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. PV അൻവറിന്റെ വോട്ടും അതുപോലെ തന്നെ ഈ ഇപ്പൊ കിട്ടിയ ഭൂരിപക്ഷം കൂടി കൂട്ടിയേച്ച് നോക്ക്, കൃത്യം 32,000 വോട്ട് ജയിക്കും. അത് ഞാൻ സയന്റിഫിക്കലി സർവേ നടത്തി കണ്ടെത്തിയതിനു ശേഷം പറഞ്ഞൊരു കാര്യമാണ്. പറഞ്ഞു തീരട്ടെ സുഹൃത്തെ, ഞാൻ ഇവിടുന്ന് ഓടിപ്പോകൂല. എനിക്ക് വിഷയമില്ല. 32,000 അല്ല 3,000. പറഞ്ഞുതരാ. ഇതിന്റെ പിന്നിൽ ജനത്തിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി തോക്കുമെന്ന് ഞാൻ പറഞ്ഞു. സുരേഷ് ഗോപി ജയിച്ചു. ലാസ്റ്റ് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് കണക്ക് പുറത്തുവിട്ടല്ലോ. 1,80,000 വോട്ട് എത്തിയെന്ന് അവിടെ കൂടുതലായിട്ട് ചർച്ച ചെയ്തു. ഒരു മിനിറ്റ് വ്യക്തം. ഈ കേസിലും എന്താ സംഭവിച്ചത്? PV അൻവർ ഏറ്റവും ലാസ്റ്റത്തെ 2 ദിവസങ്ങളിൽ അവിടെ കൃത്യമായിട്ടൊരു പ്രചരണം നടത്തിയില്ല. ഉച്ചക്ക് മുതൽ അവിടെ പത്രസമ്മേളനം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ശരിക്കും ചില ചാനലുകളുടെ ചർച്ചയിൽ ചില മാധ്യമ പ്രതിനിധികൾ വന്നിട്ട് ഈ UDF-ഉമായിട്ട് PV അൻവറോട് ഒത്തീർപ്പുണ്ടാക്കിയിട്ടുണ്ടോ, അദ്ദേഹം പിന്മാറിയിട്ടുണ്ടോ എന്നുള്ളത് സജീവനെ പോലെയുള്ള പത്രപ്രവർത്തകർ പോലും വന്നിരുന്ന് പറഞ്ഞത് എന്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ ഓർമ്മയിലുണ്ടാവുകയും കൊട്ടിക്കലാശം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ നിന്ന് PV അൻവർ പിന്മാറുകയും ചെയ്തില്ലെങ്കിൽ ആളുകളെല്ലാം എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇപ്പോഴും PV അൻവർ അവിടെ കുറച്ചുകൂടി വോട്ടുകൾ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ്, പിടിക്കുമായിരുന്നു. അങ്ങനെ പിടിച്ചിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നേരിയ മാർജിനിലെങ്കിലും ഒരുപക്ഷെ എന്ത് ചെയ്യാമായിരുന്നു, ജയിക്കാമായിരുന്നു. പക്ഷെ ഇനി ഗോത്രനോട് മറ്റൊരു കാര്യം കൂടി പറയാം. കേരളത്തിലെ UDF-ന്റെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ഘടകകക്ഷി, എന്റെ അറിവിൽപ്പെട്ട് പറയാണ്, ഘടകകക്ഷി അടക്കം PV അൻവറോട് ഈ ലാസ്റ്റത്തെ 2 ദിവസം പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. അതില്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റൊന്നാകുമായിരുന്നു റിസൾട്ട് എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഈ സാധാരണക്കാരും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വ്യക്തമാണ്. അപ്പൊ നമ്മളിപ്പോ ഈ BJP-യുടെ ഈ മിഷൻ കേരള സ്വപ്നത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ ഇതിൽ പറഞ്ഞു. നമ്മൾ ഈ ടോക്ക് വളരെയധികം റിച്ച് ആണ്. ഇതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ BJP-യുടെ സാധ്യതയെ വരും വർഷങ്ങളിൽ വളരെ ചെറിയ വാക്കുകളിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? BJP-യുടെ സാധ്യത വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2026-ൽ അവർ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഉറപ്പായും ഇപ്പം BJP ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നത്, ഏതാണ്ട് ഒരു 30,000-ത്തിലധികം അവർ വോട്ട് മേടിച്ചിട്ടുള്ള 35-40 താഴെയുള്ള മണ്ഡലങ്ങളുണ്ട്. അതിൽ തന്നെ 40,000 വോട്ടുകൾ മേടിച്ചിട്ടുള്ള 6 മണ്ഡലങ്ങൾ, രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള 4 മണ്ഡലങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ള 2 മണ്ഡലങ്ങളുണ്ട്. ഒന്ന് നേമവും വട്ടിയൂർക്കാവും. അവിടെ 5000 കൂടുതലാണ് ഭൂരിപക്ഷം. ഈ 6 എണ്ണം അടക്കം നിരവധി ഏതാണ്ട് 40,000-ത്തിലധികം വോട്ട് കിട്ടിയ മറ്റ് നിരവധി മണ്ഡലങ്ങളുണ്ട്. അങ്ങനെ ഒരു 40 എണ്ണത്തിലായിരിക്കും BJP വളരെ കൃത്യമായി ഫോക്കസ് ചെയ്യുക. അതായത് BJP കേരളം പിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇപ്പൊ നമുക്കൊരു ആലങ്കാരികമായിട്ട് കാണാൻ പറ്റും. തീർച്ചയായിട്ടും. അല്ല, ഇപ്പൊ അതിന്റെ സാധ്യത, ഇപ്പൊ കേരളം പിടിക്കില്ല എന്ന് BJP-ക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പൊ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു 5 സീറ്റെങ്കിലും നിയമസഭയിലേക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ 5 സീറ്റ് കിട്ടാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. പക്ഷെ അതുപോലും വലിയ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ എതിരാളികളായി മത്സരിക്കാൻ പോകുന്നത് അവിടുത്തെ ഇൻകുംബന്റ് MLA-മാരാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഉദാഹരണം ഞാൻ പറയാം, വട്ടിയൂർക്കാവില് ഇപ്പൊ മേയറായിട്ടുള്ള
പിന്നെ പ്രശാന്ത് വന്ന് മത്സരിക്കുമ്പോഴത്തേക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാകും. നേരത്തെ മേയറായിരുന്ന ഇപ്പൊ MLA വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള മത്സരിക്കുമ്പോൾ ഒരിക്കലും അത്ര പെട്ടെന്ന് ഇവർക്ക് ഭൂരിപക്ഷം കിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു 3, 4, 5 MLA ഉണ്ടാക്കുക. ആ MLA യഥാർത്ഥത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത നിയമസഭയുടെ കാലയളവിൽ വലിയ പ്രതിപക്ഷമായി അവരെന്ത് ചെയ്യുക, മാറുക. അപ്പൊ അവർക്ക് വലിയ സ്ക്രീൻ സ്പേസും കുറെ കൂടി ഈ പറയുന്ന പോലെ ആളുകളിലേക്കുള്ള റീച്ചും കിട്ടും. ആ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത തവണ 2031 BJP ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് 2031 BJP വലിയ തോതിലുള്ള ഒരു ക്രിസ്ത്യൻ ഹിന്ദു കൺസോൾട്ടേഷന് വേണ്ടി കൃത്യമായിട്ട് ശ്രമിക്കും. ആ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി അവർ അതിഗംഭീരമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരും. അപ്പൊ ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന പ്രതീക്ഷ ജനത്തിനും ഉണ്ടാവും, അവരുടെ അണികൾക്കും ഉണ്ടാവും. അപ്പൊ കൂടുതൽ വോട്ട് കിട്ടും. അപ്പൊ അവർ കുറെ കൂടി വലിയ നേട്ടങ്ങളിലേക്ക് എത്തും. എന്തായാലും കേരളത്തിലെ വികസന മുരടിപ്പിനെ ലാഭമാക്കാൻ തന്നെയാണ് BJPയുടെ ലക്ഷ്യം. അല്ല, കേരളത്തിൽ അത്ര വലിയ വികസന മുരടിപ്പുണ്ടോ എന്നൊക്കെയുള്ള വേറൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം BJPയുടെ ലക്ഷ്യം അതാണ്. BJPയുടെ ലക്ഷ്യം അതാണ്.